മറ്റുള്ള രാജ്യങ്ങൾക്ക് പലതരത്തിലും പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ ഒരു മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. അതും കോഴിമുട്ടയിൽ. അമേരിക്കയിൽ കടുത്ത പക്ഷിപ്പനി മൂലം ദശലക്ഷക്കണക്കിന് മുട്ടയിടുന്ന കോഴികളെയാണ് കൊന്നൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതിപ്പോൾ മുട്ടകളുടെ കടുത്ത ക്ഷാമത്തിനും വില റെക്കോർഡ് പോലെ ഉയരാനും കാരണമാവുകയായിരുന്നു. പ്രതിസന്ധി വളരെ രൂക്ഷമാകുന്നതിനാൽ ചില പലചരക്ക് കടകൾ മുട്ട വാങ്ങുന്നതിന് പരിധികൾ വരെ ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ റെസ്റ്റോറന്റുകളുടെ ശൃംഖലകൾ മെനു ഇനങ്ങളിൽ മുട്ടയ്ക്ക് സർചാർജും ഏർപ്പെടുത്തിയതായി NPR റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയതായി രാജ്യത്ത് മുട്ടക്ഷാമം രൂക്ഷമായതോടെ പുതിയ മാർഗങ്ങൾ തേടി അമേരിക്ക ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത് ലിത്വാനിയയാണ്. ഫിൻലാൻഡ്, ഡെൻമാർക്ക്, സ്വീഡൻ, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ മുട്ടയ്ക്കായി അമേരിക്ക സമീപിച്ചിരുന്നതായും എന്നാൽ ഫിൻലാൻഡ് ഇതിനോടകം വിസമ്മതം അറിയിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് മുട്ട കയറ്റുമതി ചെയ്യുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതിന് അമേരിക്ക ലിത്വാനിയെ സമീപിച്ചതായ വാർത്തകളും പുറത്തുവരുന്നത്. വാഴ്സോയിലെ അമേരിക്കൻ എംബസി മുട്ട കയറ്റുമതി സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടെന്നും ലിത്വാനിയൻ കമ്പനികളുടെ മേധാവികളുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. അമേരിക്ക ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയതായും മറുപടി ഒന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. പക്ഷിപ്പനി മൂലം കഴിഞ്ഞ 2 മാസത്തിനിടെ ലക്ഷക്കണക്കിന് കോഴികളെയാണ് അമേരിക്ക കൊന്നൊടുക്കിയത്. ഇതോടെയാണ് ഈ പൊല്ലാപ്പും അമേരിക്കയെ തേടിയെത്തിയത്. അതേസമയം അയൽരാജ്യങ്ങൾ കയറ്റുമതിക്ക് വിസമ്മതിച്ചതിന് പിന്നിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയത്തിലെ പാളിച്ചയാണെന്നുള്ള വിമർശനവും ശക്തമായി വരുന്നുണ്ട്. കൂടാതെ അമേരിക്ക മുട്ടക്ഷാമത്തിൽ ഞെരിപിരി കൊള്ളുമ്പോൾ തൊട്ടപ്പുറത്തുള്ള കാനഡയിൽ മുട്ട വിതരണം സമൃദ്ധിയിലാണ്. അമേരിക്കയെ അപേക്ഷിച്ച് കനേഡിയൻ കോഴി ഫാമുകൾ വലുപ്പത്തിൽ ചെറുതാണ്. അതിനാൽ ഒരു ഫാമിൽ ഒരു പകർച്ചവ്യാധി ബാധിച്ചാൽ റിപ്പോർട്ട് അനുസരിച്ച് അതിന്റെ ആഘാതം അത്ര വലുതായിരിക്കില്ല. അതേസമയം അമേരിക്കയിൽ ഒരു കോഴി ഫാമിൽ പക്ഷിപ്പനി ബാധിച്ചാൽ അണുബാധ ഒഴിവാക്കാൻ എല്ലാ കോഴികളെയും കൊല്ലുക എന്നതാണ് അവർ സ്വീകരിക്കുന്ന മാർഗം. റിപ്പോർട്ട് അനുസരിച്ച് വർഷത്തിലെ ആദ്യ 2 മാസങ്ങളിൽ മാത്രം 40-ലധികം വാണിജ്യ കോഴി ഫാമുകളെ പക്ഷിപ്പനി ബാധിച്ചിരുന്നു. 28 ദശലക്ഷം കോഴികളെയാണ് അന്ന് കൊന്നൊടുക്കിയത്. USDAയും വൈൽഡ് ഫാർഗോ അഗ്രി ഫുഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം 9% മുട്ട ഉൽപാദകരെ ഇത് ബാധിച്ചിരുന്നു. മുട്ടയ്ക്ക് $8 വരെ വിലയാണ് ഉയർന്നിരിക്കുന്നത്. എന്നാൽ തങ്ങൾ കയറ്റുമതി ആരംഭിക്കുന്നത് കൊണ്ട് അമേരിക്കയിലെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകില്ലെന്നും വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ സംസാരങ്ങളൊന്നും നടന്നിട്ടില്ലാത്തതിനാൽ കയറ്റുമതി ചെയ്യുന്നില്ല എന്നുമാണ് ഫിൻലാൻഡ് പ്രതികരിച്ചിരിക്കുന്നത്. ഡാനിഷ് പ്രസിദ്ധീകരണങ്ങളായ അഗ്രിവാച്ചും ഫുഡ് വാച്ചും അറ്റ്ലാന്റിക് സമുദ്രത്തിലുടനീളം മുട്ട കയറ്റുമതി വർദ്ധിപ്പിക്കാൻ അമേരിക്ക ഡാനിഷ് അധികൃതരോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളോടും അമേരിക്ക സഹായം ആവശ്യപ്പെട്ടതായി ഡാനിഷ് എക്സിക്യൂട്ടീവ് മാനേജർ ജോർഗൻ നൈബാർ ലാൻസർ പറയുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി അവസാനത്തോടെ ഹേഗിലെ USDA ഓഫീസ് യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുവെന്നും തുടർന്ന് മാർച്ചിൽ ഓരോ രാജ്യത്തിനും നൽകാൻ കഴിയുന്ന മുട്ടയുടെ അളവ് വിലയിരുത്താനുള്ള അഭ്യർത്ഥന നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തുർക്കി 15,000 ടൺ മുട്ടകൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ആരംഭിച്ച കയറ്റുമതി ജൂലൈ വരെ തുടരുമെന്ന് തുർക്കിയിലെ എഗ് പ്രൊഡ്യൂസേഴ്സ് സെൻട്രൽ യൂണിയൻ ചെയർമാൻ ഇബ്രാഹിം അഫിയോൺ അറിയിച്ചിരുന്നു. നികുതി യുദ്ധം പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ മുട്ടയ്ക്കായി അയൽ രാജ്യങ്ങളോട് യാചിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം പരിഹാസമുയരുന്നുണ്ട്. ഫിൻലാൻഡ് ആവശ്യം നിഷേധിച്ചതിന് പിന്നിൽ ട്രംപിന്റെ വിദേശ നയത്തിലെ പാളിച്ചയാണ് കാരണമെന്നാണ് പലരും വാദിക്കുന്നത്. എല്ലാവരെയും അപമാനിക്കുകയും നികുതി ചുമത്തുകയും കടന്നുകയറുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ട്രംപ് ഒടുവിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുവെന്നാണ് പലരും പരിഹരിക്കുന്നത്. നികുതി യുദ്ധം പ്രഖ്യാപിച്ച് വമ്പൻ രാജ്യങ്ങളെ മുട്ടുകുത്തിക്കണമെന്ന അത്യാഗ്രഹം നടത്തിയ ട്രംപ് ഇപ്പോൾ തങ്ങളെ സഹായിക്കാൻ അവഗണിച്ചു വരുന്നവരുടെ എല്ലാവരുടെയും പിന്നാലെ പോവുകയാണ്. മുട്ട വില കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഇനിയും ഉണ്ടാകുമെന്നാണ് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. താരിഫ് നയങ്ങൾ എടുത്തും താക്കീതുകൾ നൽകിയും മറ്റുള്ളവരുടെ കഴുത്തിനു പിടിക്കാൻ ശ്രമിച്ച ട്രംപിന് ഇങ്ങനൊരു പണി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിലും ട്രംപ് അമേരിക്കയിലേക്ക് എത്തിയത് അമേരിക്കയ്ക്ക് തന്നെ പിടിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അമേരിക്കയിൽ ഒരു സിംഹഭാഗം തന്നെ വിഴുങ്ങിയ തീജ്വാലയ്ക്കും അമേരിക്കയെ ഉലച്ച പേമാരിക്കും ശേഷം പക്ഷിപ്പനിയുടെ രൂപത്തിലാണ് ഇപ്പോൾ ട്രംപിന് കഷ്ടകാലം വന്നിരിക്കുന്നത്.